ഹായ്, വെൽക്കം ടു ഫാബിയോ മുക്കം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് പുതിയ ഐറ്റംസ് കാണിക്കാനാണ്. അതായത് പുതിയതായിട്ട് നമ്മളെ ഷോപ്പിൽ സ്റ്റോക്ക് എത്തിയതാണ്. ഒരു കോട്ടണിലാണ് സെറ്റ് വരുന്നത്. ഡിഫറെന്റ് പാറ്റേൺ ആണ്. അപ്പം ഡീറ്റെയിൽഡ് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോ ഈ വെയർ ചെയ്ത ഈ ഒരു സെറ്റാണ്. നല്ല പ്യുർ കോട്ടണിൽ വരുന്ന സെറ്റാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പ് കണ്ടില്ലേ, കോളർ നെക്കാണ് ടോപ്പിൽ കൊടുത്തത്. അതുപോലെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട്. അതില് സെയിം കളറിൽ തന്നെ വരുന്ന ലേസ് ഡീറ്റെയിലിംഗ്. ഇത് കളർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. ബേസ് കളർ വരുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ നല്ല ലൈറ്റ് ഷെയ്ഡിൽ ചെറിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടോ, കംപ്ലീറ്റ് ചെറിയ പ്രിന്റ് ആണ് കൊടുത്തത്. ചെറിയ ഫ്ലോറൽ പ്രിന്റ്, നല്ല ഭംഗി ഉണ്ടാവും. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ്. സ്ലീവിന്റെ എൻഡിൽ ഉണ്ടാവും ചെറിയ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഹംഗ്രാക്ക പാറ്റേൺ ആണ്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് താഴെ വരെ ഉണ്ട് കേട്ടോ. അതില് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴോട്ട് പോകുമ്പോ കണ്ടോ, ഈ ഒരു ഭാഗം ഇവിടെ ഓപ്പൺ ആണ്. പക്ഷെ ഉള്ളില് വേറെ ക്ലോത്ത് വരുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് ഓപ്പൺ ആയി കിടക്കൂല, ഉള്ളിൽ വേറെ ക്ലോത്ത് വരുന്നുണ്ട്. ഇതിന്റെ മുകളിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത്, ഇങ്ങനൊരു പാറ്റേൺ സെറ്റ് ചെയ്തത്. അതുപോലെ സൈഡ് ഓപ്പൺ ആണ്. ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലും വന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നല്ല ഒരു എന്താ പറയാ, ഒരു വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആണ്. കണ്ടാ, ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല വൃത്തിയുള്ള ഒരു സ്റ്റിച്ചിങ് ആണ്. നല്ല ഷേപ്പുള്ള ഒരു സ്റ്റിച്ചിങ്ങിലാണ് വന്നത്. അതുപോലെ നെക്ക്, കോളർ നെക്ക് കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതാണ് കോളർ നെക്ക്. അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തത് സൈസ് മീഡിയം സൈസ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഈ പിടിക്കുമ്പോൾ ഞാൻ ഇട്ടത് നോക്കിയാലും അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഒരു 46 ഒക്കെ ലെങ്ത്, 47 ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല പ്യുർ കോട്ടണിൽ വരുന്ന ദുപ്പട്ട. കോട്ടൺ ആകുമ്പോൾ ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട് ആവില്ല, മോഡൽ ഔട്ട് ആവില്ല. കണ്ടോ, ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്ന കോട്ടണിൽ വരുന്ന നല്ല പ്രിന്റഡ് ദുപ്പട്ട. ബേസ് കളർ വരുന്നത് ലൈറ്റ് ഗ്രീൻ ആണ്. വീഡിയോയിൽ ഏത് കളറാണെന്ന് മനസ്സിലാവില്ല. പിന്നെ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബേസ് കളർ. അതില് നല്ല ഒരു യെല്ലോ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ദുപ്പട്ടയിലും അതുപോലെ ടോപ്പിലൊക്കെ പ്രിന്റ് വന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം. ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ്. അതുപോലെ ബോട്ടത്തിന്റെ വൺ സൈഡ് പോക്കറ്റും ഉണ്ട്. ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിനാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ്, നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു 3XL സൈസ് വരെ അവൈലബിൾ ആണ്. മീഡിയം, ലാർജ്, XL, XXL, 3XL ഇത്രയും സൈസിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അതുപോലെ ഇത് റേറ്റ് ബഡ്ജറ്റ് റേറ്റ് ആണ് 1350, 1350 ഫ്രീ ഷിപ്പിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയത്. അടുത്തത് ഇപ്പം കാണിച്ചതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ഇത് ഒന്നും കൂടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കളർ ആട്ടോ. അതായത് ബേസ് കളർ വരുന്നത് ലൈറ്റ്, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് എന്നൊക്കെ പറയാം ബേസ് കളർ. അതിൽ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തത്. പാറ്റേൺ ഒക്കെ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ ആണ്. കോളർ നെക്കാണ് കൊടുത്തത്. അതുപോലെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട്. ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ ഈ ഒരു യോ പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷനിൽ, ഇത്രയും പോർഷനിൽ വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, സീക്വൻസും മിറേഴ്സും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെങ്രാഗ പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ഷോ ബട്ടൺ ആണ്. അതുപോലെ ഇവിടെ ഓപ്പൺ ആണ്. താഴെ വേറെ പീസ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ആയി കിടക്കൂല, വേറെ പീസ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ സെപ്പറേറ്റ് പീസാണ് ഈ കാണുന്നത്. അതുപോലെ സൈഡ് ഓപ്പൺ ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നേരത്തെ കാണിച്ച സെയിം ആണ്. ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസ് ആണ്. മീഡിയം സൈസിലൊക്കെ കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് തന്നെയാണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. അതുപോലെ ഇതിന്റെ സൈസും മീഡിയം ടു 3XL സൈസ് വരെ അവൈലബിൾ ആണ്. ബോട്ടം, ഇതാണ് ബോട്ടം വരുന്നത്. നല്ല ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ബോട്ടം വരുന്നത്. അതുപോലെ പ്ലെയിൻ ബോട്ടം. ഇതില് ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ്, നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ദുപ്പട്ട കണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ദുപ്പട്ടയിൽ വന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട.
നല്ല ഫുൾ ലെങ്ത്തും ഫുൾ വിഡ്ത്തും വരുന്ന നല്ല പ്യുവർ ആയിട്ട് വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1350, 1350 രൂപ. അടുത്തത് നല്ലൊരു എ ലൈൻ പാറ്റേണിൽ വരുന്ന കേട്ടോ. നേരത്തെ കാണിച്ച രണ്ടും സൈഡ് ഓപ്പൺ ആണ്, ഇത് സൈഡ് ഓപ്പൺ വരുന്നില്ല. ഒരു അധികം പെയറും ഇല്ല, എ ലൈൻ ആണ്. വീനെക്കാണ് വരുന്നത്. കോളർ നെക്ക് കണ്ടോ, നെക്ക് പോർഷനിൽ സിമ്പിൾ ആയിട്ട് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെയിം വർക്ക് ഇതാ ബാക്കിൽ കോളറിൽ വന്നിട്ടുണ്ട്. സ്ലീവ് വരുന്നത് 3/4 ആണ്. മെറ്റീരിയൽ പ്യുർ കോട്ടൺ ആണ്. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ്, ഒരു ലീഫ് പ്രിന്റ് ആണ് ഇതിന് കൊടുത്തത്. അതുപോലെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു XXL സൈസ് വരെ അവൈലബിൾ ആണ്. സെന്ററിൽ കട്ടിങ് ഇല്ല. ഇവിടെ കണ്ടോ, ഈ ഒരു വീനെക്കിന്റെ താഴെ ചെറിയൊരു പ്ലേസ്, ഈ ഒരു പോർഷനിൽ മാത്രം പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ബാക്കിൽ പാനൽ കേട്ടോ, ഒരു 3 പാനലായിട്ടാണ് ഈ ഒരു സെറ്റ് വന്നത്. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. നമ്മളെ പ്രിൻസസ് കട്ട് ഇല്ലേ, ഈ പ്രിൻസസ് കട്ട് ഇതുപോലത്തെ പാനൽ കട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തടിയുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു വൃത്തിക്ക് നിൽക്കും. അതുപോലെ തടി ഒതുങ്ങി നിൽക്കും, ഓവർ തടി എടുത്ത് കാണിക്കൂല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ. ഫ്രണ്ടിലും അതേപോലെ പ്രിൻസസ് കട്ടിനെ പോലെ പാനൽ കട്ടാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടം, നല്ല ബ്ലൂ ഷെയ്ഡാണ്, നേവി ബ്ലൂ ഷെയ്ഡ്. പലാസോ ബോട്ടം പ്രിന്റഡ് ആണ്. ബാക്ക് സൈഡ് അലാസ്റ്റിക്, ഫ്രണ്ട് ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ത്രെഡ് വരുന്നുണ്ട്. പലാസോ ഈ പലാസോ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമ്മൾ ടൈലർ എടുത്ത് കൊടുത്തിട്ട് ഷോർട്ട് ആക്കാൻ പറ്റും. അതുപോലെ ഇതും പാന്റും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്, നല്ല ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്ന ദുപ്പട്ട. ഇപ്പൊ ഒരുപാട് പ്രിന്റ് ഉള്ള കോട്ടൺ ഇഷ്ടമില്ലാത്ത കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ട കണ്ടില്ല, ഓവർ പ്രിന്റ് ഒന്നും വരുന്നില്ല, ഉണ്ടാവും. അതുപോലെ ടോപ്പിലും അതേപോലെ ഓവർ പ്രിന്റ് വരുന്നില്ല. അപ്പൊ ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്, ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്ന ദുപ്പട്ട. മീഡിയം ടു XXL സൈസ് വരെ അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1790, 1790 രൂപ. അപ്പൊ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. DTDC പോസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കളറിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. ഇനിയിപ്പോ കളർ ചിലപ്പോൾ ഞാൻ ബ്ലൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയി തോന്നും, ബ്ലാക്ക് കാണിക്കുമ്പോൾ ബ്ലൂ ആയി തോന്നാം. അപ്പൊ കറക്റ്റ് കളർ ചോദിക്കണം, ഇത് ബ്ലാക്ക് എന്നാണോ അല്ലെങ്കിൽ ബ്ലൂ എന്നാണോ അങ്ങനെ ചോദിക്കണം. ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ കളേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷോർട്സ് കാണുമ്പോൾ ചിലപ്പോൾ കളർ പറഞ്ഞോളണമെന്നില്ല. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക.